ഇൻസ്റ്റാഗ്രാം വഴി മാസം 1 കോടി നേടുന്ന ഒരു മലയാളം ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ ഇത് അശ്വിനി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറുടെ സബ്സ്ക്രിപ്ഷൻ റവന്യൂ കണ്ട് കണ്ണു തള്ളിപ്പോവുകയാണ് ഓരോ മലയാളികളും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിലവിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസർമാർക്കിടയിൽ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന മലയാളിയാണ് അശ്വിനി. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പുത്തൻ ലോട്ടറി എന്ന് വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഫോട്ടോകളും വീഡിയോകളും പങ്കുവച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇനി ഓരോ പോസ്റ്റും വരുമാനമാക്കി മാറ്റുന്ന സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്കാണ് ഇൻസ്റ്റാഗ്രാം ലോകം മാറിക്കഴിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസർമാരുടെയും സവിശേഷമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ വേണ്ടി ആരാധകർ പണം നൽകുന്ന ഈ രീതിക്ക് ആഗോളതലത്തിൽ തന്നെ വലിയൊരു സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ട് വരുന്നത്. നിലവിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസർമാർക്കിടയിൽ സബ്സ്ക്രിപ്ഷൻ വഴി ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നവരിൽ ഒരു മലയാളി പെൺകുട്ടിയാണെന്നാണ് ശ്രദ്ധേയം. മോഡലും ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഫാഷൻ ബ്ലോഗറുമായിട്ടുള്ള അശ്വിനിയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അശ്വിനിയുടെ നിലവിൽ ഇന്ന് വരെയുള്ള സബ്സ്ക്രിപ്ഷൻ ഫീഡ് സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രേക്ഷകരും ഞെട്ടും. 23,100 ആൾക്കാരാണ് ഇതുവരെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷനായിട്ട് ഫീ ആയിട്ട് അശ്വിനി ഈടാക്കുന്നത്. അതായത് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് 90,90,000 രൂപയാണ്. അതായത് ഏകദേശം ഇനി 1 കോടി എത്താൻ വെറും 10 ലക്ഷം രൂപ മാത്രമാണ്. ഇത് വെറും ഒരു മാസത്തെ വരുമാനം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു പക്ഷേ ഒരു മലയാള സിനിമ സെലിബ്രിറ്റികൾക്ക് പോലും ലഭിക്കാൻ പറ്റാത്ത വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒരു അശ്വിനിക്ക് സാധിക്കുന്നതാണ്, വരും മാസങ്ങളോടെ നേടാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ 248 സ്റ്റോറികൾ, 3 പോസ്റ്റും 6 റീലുകൾ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അശ്വിനി ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അശ്വിനിയെ മറികടക്കാൻ നിലവിൽ ഒരു മലയാളി താരത്തിനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഇന്ത്യൻ താരത്തിനോ സാധിക്കുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക. ഇനി വരാൻ പോകുന്ന മറ്റുള്ളവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടുകൾ കൂട്ടുമോ അല്ലെങ്കിൽ എണ്ണത്തിൽ വർധന ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ അശ്വിനിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വഴി എന്തെങ്കിലും മെച്ചമുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.